നമസ്കാരം. മലമ്പുഴ ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക് ബേസിക് ഷീറ്റ് മെറ്റൽ വർക്ക്സ് പാർട്ട് 3. സീം ജോയിൻ്റ് ആണ്. ജോയിൻറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. Seam. Pieces of sheet are joined with each other using different types of joint which are known as seam. എന്താണ് സീം എന്ന് ആദ്യം അറിയണം. എ ജോയിൻറ്റ് പീസസ് ഓഫ് ഷീറ്റ്, കുറേ പീസുകൾ ചേർന്നുള്ള ഷീറ്റുകളെ ജോയിൻ ചെയ്യുന്ന ആ ഓപ്പറേഷനെയാണ് പറയുന്നത് സീം എന്ന് പറയുന്നത്. ജോയിൻ്റ് രണ്ട് പീസുകൾ തമ്മിൽ എഡ്ജ് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഉറപ്പിച്ച് നിർത്തുന്ന ഈ പ്രോസസ്സിനെയാണ് സീം എന്ന് പറയുന്നത്. ആദ്യത്തെ ലാപ്പ് സീം. ദിസ് ഈസ് എ സിമ്പിൾ ജോയിൻ്റ് ഇൻ വിച്ച് one piece of sheet is placed into the other piece of sheet in the form of a fold. ഇത് രണ്ട് ഷീറ്റുകൾ തമ്മിലുള്ള ജോയിൻ്റ് ആണ്. ഇതിൻ്റെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്, ഒന്നിൻ്റെ മുകളിലായിട്ട് കയറി നിൽക്കുന്ന ആ പൊസിഷൻ, അതിനെയാണ് ലാപ്പ് സീം എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഈ ഫോൾഡിനെയാണ് നമ്മൾ ലാപ്പ് സീം എന്ന് പറയുന്നത്. This joint is used to join cylindrical top and bottom parts. The joint is made permanent with the help of soldering or bracing. ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒന്നെങ്കിൽ സോൾഡർ ചെയ്യാം, അല്ലെങ്കിൽ ബ്രേസിങ്ങിലൂടെ ഇതിനെ ജോയിൻറ്റ് ചെയ്യാം. ബ്രേസിങ്. ദിസ് ഈസ് ആൾസോ നോൺ ആസ് എഡ്ജ് ഓൺ ജോയിൻ്റ്. ഇതിന് എഡ്ജുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക, ഇതിനാണ് ലാപ്പ് സീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൂവ്ഡ് സീം. ഗ്രൂവ്ഡ് സീം ജോയിൻ്റ് ആണ്. ദിസ് ജോയിൻ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു പീസ് ഓഫ് തിൻ മെറ്റൽ ഷീറ്റ് വിത്ത് ഈച്ച് അതർ. രണ്ട് തിക്നെസ് കുറഞ്ഞിട്ടുള്ള മെറ്റൽ ഷീറ്റുകൾ തമ്മിലാണ് ജോയിൻ്റ് ചെയ്യുന്നത്. ദിസ് ജോയിൻ്റ് ഈസ് മെയ്ഡ് ഇൻ സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് സർഫേസ്. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ 3 പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് പീസിൻ്റെ ഓരോ എഡ്ജ് വീതം ബെൻഡ് ചെയ്തതിന് ശേഷം രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഗ്രൂവർ ഹാൻഡ് ഗ്രൂവർ ഉപയോഗിച്ച് നമ്മൾ പഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ പഞ്ച് ചെയ്ത് ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഇതിനെ ഗ്രൂവ്ഡ് സീം എന്ന് പറയുന്നത്. ദിസ് ജോയിൻ്റ് ഈസ് ലോക്ക്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഹാൻഡ് ഗ്രൂവർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ ജോയിൻറ്റിൻ്റെ മുകളിൽ നമ്മൾ പഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോക്കിംഗ് ചെയ്യാണ് ചെയ്യുന്ന ഈ ജോയിൻ്റിനാണ് ഗ്രൂവ്ഡ് സീം ജോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത സിംഗിൾ സീം ജോയിൻ്റ് ഈസ് യൂസ്ഡ് ടു അറ്റാച്ച്ഡ് ബോട്ടം ബോഡി ഇൻ ഷീറ്റ് മെറ്റൽ വിത്ത് വെർട്ടിക്കലായിട്ടുള്ള ബോഡിയിലാണ് ഇത് സീമിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യുന്നത്. ദിസ് ജോയിൻറ്റ് ഈസ് ഓൾസോ മെയ്ഡ് പെർമനൻ്റ്ലി ബൈ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. ഇത് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേസിങ്ങോ അല്ലെങ്കിൽ സോൾഡറിങ്ങോ ചെയ്ത് ജോയിൻറ്റ് ഉറപ്പിക്കാവുന്നതാണ്. വെർട്ടിക്കൽ ബോഡിയാണ് ഇതിൻ്റെ ചിത്രത്തിൽ കാണിച്ചത്. വെർട്ടിക്കലായിട്ടൊരു സിംഗിൾ സീമാണ്. വെർട്ടിക്കലായിട്ടുള്ള പീസുകളതിനെ ആണ് ഇത് ജോയിൻറ്റ് ചെയ്യുന്നത്. ബോട്ടം പാർട്ട്, ഈ പീസിൻ്റെ ബോട്ടം പാർട്ടും വെർട്ടിക്കലായിട്ടുള്ള പാർട്ടും കൂടി തമ്മിലുള്ള ആ ജോയിൻ്റാണ് സിംഗിൾ സീം ജോയിൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡബിൾ സീം ജോയിൻറ്റ്. ദിസ് ജോയിൻറ്റ് ഈസ് സിമിലർ ടു സിംഗിൾ സീം ജോയിൻറ്റ്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ദി ഫോർവേഡ് എഡ്ജ് ഈസ് ബെൻഡ് ടുവേഴ്സ് ദി upper side
ദിസ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ജോയിൻറ്റ്. ഇതിൻ്റെ അപ്പർ സൈഡിലുള്ള ഭാഗം ഒന്നും കൂടി ഫോൾഡ് ചെയ്യാണ്. അപ്പർ സൈഡിൽ ഇൻസൈഡിലേക്ക് ഒന്നും കൂടി ബെൻഡ് ചെയ്യുന്ന ഈ പൊസിഷനാണ് ഡബിൾ സീം ജോയിൻറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റും കൂടിയാണ് ഡബിൾ സീം ജോയിൻറ്റ്. ഫിഗറിൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. രണ്ട് ഫോൾഡാണ് ഇതിൽ, ഡബിൾ സീമാണ്. ഒന്നിന് രണ്ട് രീതിയിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലോട്ട് ഇൻസൈഡിലോട്ട് രണ്ട് രീതിയിൽ, രണ്ട് മടക്കായിട്ടാണ് അത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സീം ജോയിൻറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻ്റ് ആണ് അടുത്തത്. എ സീം in which the edge of two metal sheet are bent approximately 180 degree, inserted the each other, flattened and then locked by pressure. It is used in roofing and paneling. ആദ്യത്തെ ഫിഗറിൽ തന്നെ നോക്കി കാണാം, ആ ഒരു ഷീറ്റിനെ 180 ഡിഗ്രിയിൽ രണ്ട് ആംഗിളിലാണ് 180 ഡിഗ്രിയിലാണ് ഇത് ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഗ്രൂവർ ഉപയോഗിച്ചിട്ട് അതിനെ പഞ്ച് ചെയ്തിട്ട് ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പഞ്ച് ചെയ്താണ് അത് ഉറപ്പിക്കുന്നത്. ലോക്ക്ഡ് ബൈ പ്രഷർ, ഹാൻഡ് പഞ്ച് ഉപയോഗിച്ചിട്ടാണ്, ഹാൻഡ് ഗ്രൂവർ ഉപയോഗിച്ചിട്ടാണ് ഇത് പഞ്ച് ചെയ്തിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. ഇത് റൂഫിംഗ് കൺസ്ട്രക്ഷനും പാനലിംഗ് വർക്കിനൊക്കെയാണ് ഈ രീതിയിലുള്ള ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് കൂടിയാണത്. അടുത്ത സോൾഡറിങ് ആണ്. എന്താണ് സോൾഡറിങ്? ദിസ് പ്രോസസ് ഓഫ് ജോയിനിങ് ടു ഓർ മോർ ദാൻ ടു പാർട്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോൾഡർ ഈസ് നോൺ ആസ് സോൾഡറിങ്. രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, ഈ രണ്ട് പാർട്ടിന് സോൾഡറിങ്ങിൻ്റെ സഹായത്തോടെ ജോയിൻ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ സോൾഡറിങ് എന്ന് പറയുന്നത്. സോൾഡർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാണ് രണ്ട് പാർട്ടുകളെ തമ്മിൽ, അതിനാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ദി മെറ്റൽ ആൻറ്റിമണി is added to increase the melting point and bismuth is added to decrease the melting point while doing soldering. Soldering is type of temporary joint. This joint open on vibration and unable to sustain heavy load. ഇത് ടെമ്പററി ആയിട്ട് നമ്മൾ സോൾഡറിങ് ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാനും കഴിയും ഈ സോൾഡറിങ്ങിലൂടെ. ഇത് മെൽറ്റിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് ആൻറ്റിമണി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതേപോലത്തെ മെൽറ്റിംഗ് പോയിൻ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, വളരെ പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിമണി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സ് അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 ടൈപ്സ് വരുന്നുണ്ട്, സോഫ്റ്റ് സോൾഡർ, ഹാർഡ് സോൾഡർ. എന്താണ് സോൾഡർ തമ്മിലുള്ള ഡിഫറൻസ്, ഹാർഡും സോഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോഫ്റ്റ് സോൾഡർ ആർ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇൻ വേരിയിങ് പ്രപ്പോർഷൻസ്. ഇതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും വേരിയേഷൻ, അതിൻ്റെ പ്രപ്പോർഷനിലാണ് ഈ സോഫ്റ്റ് സോൾഡറിൽ തമ്മിലുള്ള വ്യത്യാസം, സോഫ്റ്റും ഹാർഡും തമ്മിലുള്ള വ്യത്യാസം. ദേ ആർ കാൾഡ് സോഫ്റ്റ് സോൾഡർ ബിക്കോസ് ഓഫ് ദെയർ കമ്പാരിറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിൻ്റ്. ഇത് ഈ ടിന്നും ലെഡും ചേർക്കുന്നതിൻ്റെ കമ്പാരിറ്റീവ്ലി മെൽറ്റിംഗ് പോയിൻറ്റിലാണ് ഇത് വേരിയേഷൻ സംഭവിക്കുന്നത്. വൺ ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ സോഫ്റ്റ് സോൾഡർ ഹൂസ് മെൽറ്റിംഗ് പോയിൻ്റ് ആർ 450 degree centimeter and hard solder whose melting point lies above 450 degree centigradeലാണ് മെൽറ്റിംഗ് പോയിൻ്റ്. ഹാർഡിൻ്റെയും സോഫ്റ്റിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റാണ് പറയുന്നത്. ഹാർഡ് സോൾഡർ ആകുമ്പോൾ ദീസ് ആർ അലോയ് ഓഫ് കോപ്പറും ടിന്നും സിൽവർ, സിങ്ക്, കാഡ്മിയം ആൻഡ് ഫോസ്ഫറസ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ സോൾഡറിങ് ഹെവി മെറ്റൽ. ഇത് ഹാർഡ് സോൾഡർ ആകുമ്പോൾ ഇത്തരത്തിലുള്ള കോപ്പർ, ടിന്ന്, സിൽവർ, സിങ്ക്, കാഡ്മിയം, ഫോസ്ഫറസ് ആൻഡ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഹെവി ആയിട്ടുള്ളതിന് മിക്സ് ചെയ്യുന്നത്. സോഫ്റ്റ് ആകുമ്പോൾ എന്താ, ടിന്നും ലെഡും മാത്രമേ ഇതിൻ്റെ പ്രപ്പോർഷൻ ഉണ്ടാവുള്ളൂ ഇതിൽ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ് ആൻഡ് ഹാർഡ് സോൾഡർ നോക്കാം. സോൾഡർ തമ്മിലുള്ള വ്യത്യാസം, സോഫ്റ്റും ഹാർഡും.
ഇറ്റ് ഈസ് ആൻ ടെമ്പററി ജോയിൻറ്റ്. സോഫ്റ്റ് സോൾഡർ എപ്പോഴും ടെമ്പററി ആയിരിക്കും. പക്ഷേ ഹാർഡ് സോൾഡർ ആകുമ്പോൾ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ജോയിൻറ്റ്. ഇതൊരു പെർമനൻറ്റ് ജോയിൻ്റാണ്. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിന്ന്. ലെഡിൻ്റെയും ടിന്നിൻ്റെയും ഒരു മിശ്രിതമായിരിക്കും സോഫ്റ്റ് സോൾഡർ. ഹാർഡ് സോൾഡർ ആകുമ്പോൾ ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ഇതാണ് അതിലുള്ള അലോയ്. ദിസ് സോൾഡറിങ് ഈസ് പെർഫോംഡ് ബൈ മെൽട്ടിങ് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ. വളരെ ലോ ടെമ്പറേച്ചറിൽ ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇറ്റ് മെൽട്ടിങ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ. ഹാർഡ് സോൾഡർ ആകുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ മെൽട്ടിങ് ആവുള്ളൂ. ഇറ്റ് ഈസ് ഡൺ ബൈ സോൾഡറിങ് അയൺ. ഒരു സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സോഫ്റ്റ് സോൾഡർ ചെയ്യാം. ഇറ്റ് ഈസ് ഡൺ ബൈ ഹീറ്റിംഗ് ഇൻ എ ഫർണസ് ഓർ വെൽഡിങ്. ഇത് ഫർണസിലോ അല്ലെങ്കിൽ വെൽഡിങ് പ്രോസസ്സിലൂടെ മാത്രമേ ഇത് നമുക്ക് ഹീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോൾഡർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഫർണസിലോ അല്ലെങ്കിൽ വെൽഡിങ് ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ ഒരു ഓർഡിനറി സോൾഡറിങ് അയൺ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഹാർഡ് സോൾഡർ ആകുമ്പോൾ. സോഫ്റ്റ് സോൾഡർ ആകുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ലൈറ്റ് ഒബ്ജക്റ്റ് സച്ച് ആസ് ഇലക്ട്രിക്കൽ വയർ എക്സെട്ര. ഈ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഇലക്ട്രിക്കൽ വയറൊക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ സോൾഡർ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ഹെവി ഒബ്ജക്റ്റ്. ഹെവി ഒബ്ജക്റ്റിന് മാത്രമാണ് ഇത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കല്ലാതെ വലിയ ഹെവി ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ ഹാർഡ് സോൾഡർ ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സോൾഡർ ആകുമ്പോൾ അത് നമുക്ക് ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ സോൾഡർ ചെയ്യാൻ നമുക്ക് പറ്റും. അമോണിയം ക്ലോറൈഡ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഇൻ തിൻ കൈൻഡ്സ് ഓഫ് സോൾഡർ. അമോണിയം ക്ലോറൈഡാണ് യൂസ് ചെയ്ത് ഇതിൻ്റെ ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സോഫ്റ്റ് സോൾഡറിനെ. ഇത് ബൊറാക്സ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സോൾഡർ. ഹാർഡ് സോൾഡർ ആകുമ്പോൾ അത് ബൊറാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ തമ്മിൽ. ഇനി എന്താണ് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്ലക്സ് ഈസ് അവൈലബിൾ ഇൻ ദി ഫോം ഓഫ് പൗഡർ, പേസ്റ്റ് ആൻഡ് ലിക്വിഡ്. ഇത് പൗഡറായിട്ടും പേസ്റ്റായിട്ടും ലിക്വിഡായിട്ടും അവൈലബിൾ ആണ്. ഫ്ലക്സ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദി സർഫേസ് ടു ദി ജോയിൻറ്റ് ഫ്രം ഓക്സിഡേഷൻ. പ്രിവെൻറ്റ് ഇത് സർഫേസിൻ്റെ ജോയിൻറ്റ് ചെയ്യാനുള്ള ഓക്സിഡേഷൻ. ഇത് ഫ്ലക്സ്, അതായത് കുറച്ചുകൂടി വെൽഡ് അല്ലെങ്കിൽ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എളുപ്പത്തിനാണ് ഈ ഫ്ലക്സ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു മെൽറ്റ് ദി സോൾഡർ. ഫ്ലക്സ് ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ദി ഗ്രിപ്പ് ഓഫ് ദി സോൾഡർ. ഈ സോൾഡർ ഇതിൽ ഫിക്സ് ചെയ്യണം, സ്ട്രെങ്ത്ത് കൂടുതൽ സ്ട്രോങ് ആയി പിടിക്കുന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ആണ് അതിൻ്റെ ഒരു ഗ്രിപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദി സർഫേസ് ക്ലീൻ ആൻഡ് ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് ഇൻ ദി സോൾഡർ. ഇത് ഫ്ലക്സ് തട്ടുമ്പോൾ എന്താണ്, ആ ഭാഗം നല്ല ക്ലീൻ ആവുകയും ചെയ്തും അതോടൊപ്പം തന്നെ എല്ലാ ഭാഗത്തും നല്ല സ്പ്രെഡ് ചെയ്ത് പിടിക്കാനുള്ള, സോൾഡർ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് കൊടുക്കുന്നത് ഈ ഫ്ലക്സ് ആണ്. അല്ലെങ്കിൽ നല്ലൊരു അഡ്ഹേസീവ് പശയ്ക്ക് തുല്യമായിട്ടുള്ള ഇതിൽ അതിനകത്ത് ടൈറ്റായി പിടിക്കുന്ന, അവിടെ സർഫേസ് ക്ലീൻ ആക്കുക തന്നെ നല്ല സ്പ്രെഡായിട്ട് സോൾഡർ പിടിക്കാനുള്ളൊരു കപ്പാസിറ്റി കൊടുക്കുന്നത് ഈ ഫ്ലക്സ് ആണ്. ദി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നീഡ് ടു ബി കൺസിഡേർഡ് ഫോർ സെലക്ടിങ് ദി ഫ്ലക്സ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് അത് ഏത് തരത്തിലുള്ള ഫ്ലക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ വരുന്ന ടെമ്പറേച്ചർ ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റിൽ ഏത് തരത്തിലുള്ള ഹീറ്റ് അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫ്ലക്സ് സെലക്ട് ചെയ്യുന്നത്. സോൾഡറിങ് അയൺ. ദി സോൾഡറിങ് അയൺ ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദി സോൾഡർ ആൻഡ് ഹീറ്റ് മെറ്റൽ ദാറ്റ് ആർ ജോയിൻഡ് ടുഗെദർ. ഇത് മെറ്റലിന് ഈ നമ്മുടെ സോൾഡറും കൂടി ചൂടായിട്ട് ഹീറ്റാക്കണം. ഹീറ്റായതിനു ശേഷം തമ്മിൽ ജോയിൻ്റ് ആവുന്ന, ഈ രണ്ടും കൂടി ജോയിൻ്റ് ആവുന്ന ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് സോൾഡറിങ് അയൺ, മെയ്ഡ് ഓഫ് കോപ്പർ ഓർ കോപ്പർ അലോയ്. ഇതിൻ്റെ ലെഡ് അല്ലെങ്കിൽ ഈ അയൺ എന്ന് പറയുന്ന സാധനം കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ് ആയിരിക്കും. ദേ ആർ ആൾസോ കോൾഡ് കോപ്പർ ബിറ്റ്. കോപ്പർ ബിറ്റ് എന്നാണ് ഇതിൻ്റെ ഈ ടിപ്പിന് പറയുന്ന പേര്. ഇതിൻ്റെ ഹെഡ് വരുന്ന ഭാഗത്തിന് കോപ്പർ ടിപ്പ് എന്ന് പറയുന്നത്. ഇത് കോപ്പർ ആവാം അല്ലെങ്കിൽ കോപ്പർ അലോയ് ആവാം. ഇതിൻ്റെ പാർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാൻഡിലാണ്, വുഡൻ ഹാൻഡിലാവാം, പ്ലാസ്റ്റിക്, ഷാങ്ക്, ബിറ്റ് ഓർ ടിപ്പ് ആൻഡ് എഡ്ജ്. അതാണ് ഇതിൻ്റെ പാർട്ട്. ടൈപ്പ് ഓഫ് സോൾഡറിങ് അയൺ.
ഏതൊക്കെ ടൈപ്പ് ആണെന്ന് നോക്കാം. പ്ലെയിൻ സോൾഡറിങ് അയൺ, ഇത് പ്ലെയിൻ ടൈപ്പാണ്. ദി ടിപ്പ് ഓഫ് ദി type of soldering iron is usually hexagonal or octagonal in shape. It is used for light job. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണോ ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ്. ഇത് ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് ഈ പ്ലെയിൻ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നത്. ഹാച്ചറ്റ് സോൾഡറിങ് അയൺ, ഇറ്റ്സ് ബിറ്റ്സ് ഈസ് ബിഗ് ആൻഡ് ഹെവി ഇൻ വെയ്റ്റ്. ഇറ്റ്സ് ഷേപ്പ് ഈസ് സിമിലർ ടു ആൻ ആക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർഡിനറി ആൻഡ് ഹെവി ജോബ്സ്. ഈ ഹാച്ചറ്റ് സോൾഡറിങ് എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ബിറ്റുമാണ്, അത് കോപ്പർ ബിറ്റാണ് ഇതിൻ്റെ. അതേപോലെ ഹെവി വെയ്റ്റുമാണ്. ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ആക്സ് കോടാലിൻ്റെ ഷേപ്പ് പോലെയാണ്. ഇതിൻ്റെ ഷേപ്പ് സിമിലർ ആണെന്നാണ് പറയുന്നത്. ഈ ഓർഡിനറി വർക്കിനും അതേപോലെ ഹെവി ജോബിനാണ് ഈ ഹാച്ചറ്റ് സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നത്. അടുത്ത ഗ്യാസ് സോൾഡറിങ് അയൺ, എ ഹോളോ പൈപ്പ് ആൻഡ് ഹോളോ ടിപ്പ്. ഇതിൻ്റെ ടിപ്പ് എന്ന് അല്ലെങ്കിൽ കോപ്പർ ടിപ്പാണ്, ഇത് ഹോളോ പൈപ്പാണ് അല്ലെങ്കിൽ ഹോളോ ടിപ്പാണ്. ഈസ് ഫിറ്റഡ് വിത്ത് ദി ഹോളോ ഹാൻഡിൽ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സോൾഡറിങ് അയൺ, ഇതൊരു പ്രത്യേകതരം സോൾഡറിങ് അയൺ. ഇതിനകത്ത് കൂടെ ഹോളോ ആയതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് വേണം ഇത് സോൾഡറിങ് ചെയ്യാൻ. This type of soldering iron is used in soldering process that are to be performed continuously. ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇതിലൂടെ ഗ്യാസ് കടത്തി വിട്ടിട്ട് സോൾഡർ ചെയ്യുന്ന ഒരു ഗ്യാസ് സോൾഡറിങ് അയൺ ആണിത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ കഴിയും. അടുത്ത് കാട്രിഡ്ജ് സോൾഡറിങ് അയൺ. This soldering iron is used in more difficult soldering process. ഈ കാട്രിഡ്ജ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഈ സോൾഡറിങ് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ഇതും കൂടിയാണ്, എന്നാലും വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾഡറിങ് കൂടിയാണത്. ഇലക്ട്രിക് സോൾഡറിങ് അയൺ ആണ്. ഇറ്റ് ഈസ് ആൻ മോഡേൺ സോൾഡറിങ് അയൺ ദാറ്റ് ഈസ് യൂസ്ഡ് ദീസ് ഡേയ്സ്. ഇറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഇന്നത്തെ ഒരു രീതിയിൽ വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സോൾഡറിങ് അയൺ ആണിത്. ഇറ്റ് ഹാസ് എ പ്ലെയിൻ ടിപ്പ്. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ടിപ്പാണ്, മെയ്ഡ് ഓഫ് കോപ്പർ അറ്റ് ദി ഇറ്റ്സ് എൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്. ഇലക്ട്രിക്കൽ വർക്കിനും ഇലക്ട്രോണിക്സ് വർക്കിനും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രിക് സോൾഡറിങ് അയൺ ആണ് ഈ കോപ്പർ ടിപ്പ് കൊണ്ടുള്ള ഈ പ്രത്യേകതരം സോൾഡറിങ് അയൺ. ബ്രേസിംഗ്, ദി മെത്തേഡ് ഓഫ് മേക്കിംഗ് ഹാർഡ് ജോയിൻറ്റ് ബൈ ജോയിനിങ് സെയിം ഓർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് ബ്രേസിംഗ്. ഒരേ മെറ്റൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള മെറ്റൽ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഈ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ജോയിൻറ്റിനെ നമുക്ക് വെൽഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന തുല്യമാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ബ്രേസിങ്ങിലൂടെയാണ് നമ്മൾ ഒരേ മെറ്റൽ അല്ലെങ്കിൽ വ്യത്യസ്ത തരം മെറ്റലുകൾ തമ്മിൽ കൂടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സോൾഡറിങ് അയണിൻ്റെ ആവശ്യമില്ല, വെൽഡിങ്ങിന് തുല്യമാണ് ഈ ബ്രേസിംഗ്. പിന്നെ ബ്രേസിംഗ് ഡസ് നോട്ട് റിക്വയർ ദി സോൾഡറിങ് അയൺ. ബ്രേസിങ്ങിന് സോൾഡറിങ് അയണിൻ്റെ ആവശ്യമില്ല. സ്പെൽട്ടർ ഓർ സിൽവർ സോൾഡർ ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ്. ഇവിടെ സ്പെൽട്ടറായിട്ട് അല്ലെങ്കിൽ സിൽവർ സോൾഡറായിട്ട് ജോയിനിങ്ങിന് ഉപയോഗിക്കുന്നത്. ബ്രേസിംഗ് ഈസ് സിമിലർ ടു വെൽഡിങ്ങിന് തുല്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതേപോലത്തുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് കാർബൈഡ് ടിപ്പ് അറ്റ് കട്ടിംഗ് ടൂള്, ടാപ്പ് ആൻഡ് ദെയർ ഫിറ്റിംഗ്സ് എക്സെട്ര. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് റേഡിയേറ്ററിലും ഇതുപോലുള്ള ബ്രേസിംഗ് ആണ്. റേഡിയേറ്റർ മേക്കിങ്ങിന് ബ്രേസിംഗ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. ദി ജോയിൻറ്റ് പ്രിപ്പയർഡ് ബൈ ബ്രേസിംഗ് ഡസ് നോട്ട് ഈവൻ ഓപ്പൺ ദി കണ്ടീഷൻ ഓഫ് എക്സസീവ് വൈബ്രേഷൻ. കൂടുതൽ വൈബ്രേഷൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബ്രേസിംഗ് ആണെങ്കിൽ ചെയ്തതെങ്കിൽ
അവിടെ അത് വിട്ടുപോകാനുള്ള സാധ്യത വളരെ, അല്ലെങ്കിൽ ജോയിൻ്റ് വിട്ടുപോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതാണ് ഈ ബ്രേസിങ്ങും സോൾഡറിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂടിച്ചേരലാണ് അല്ലെങ്കിൽ ജോയിൻ്റാണ് ഈ ബ്രേസിങ്ങിലൂടെ അവിടെ നടക്കുന്നത്. താങ്ക് യു. പാറ്റേൺ ഡെവലപ്മെൻറ്റ്. Pattern is a piece of material that is made by cutting a desired shape. The desired job is made using this pattern. Pattern is first made on paper. Thereafter, the measurement of the pattern are transferred to the sheet metal. Finally, this sheet of appropriate measurement is cut according to the pattern. പാറ്റേൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പാറ്റേൺ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ, ഒരു പാറ്റേൺ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രതിരൂപം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു പേപ്പറിലാണ് എന്ന് മാത്രം. ഒരു പേപ്പറിലോട്ട് ഇത് വരച്ച് അല്ലെങ്കിൽ മുഴുവൻ മെഷർമെൻറ്റും കൊടുത്ത് അതിനുശേഷം അതിൻ്റെ അലവൻസുകളും എല്ലാം ആഡ് ചെയ്ത് ഏത് തരം ജോയിൻ്റാണോ അതും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ അലവൻസുകളും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പേപ്പറിനെയാണ് ആദ്യം നമ്മൾ ഈ ഷേപ്പിലോട്ട്, എക്സാക്റ്റ് ഷേപ്പിലോട്ട് ഇതിനെ മാറ്റി ഷേപ്പ് ആൻഡ് സൈസിലേക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒബ്ജക്റ്റ് പേപ്പറിൽ നിന്നും നമ്മൾ ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടതിന് ശേഷം കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റിന് ശേഷം മാത്രമാണ് നമ്മൾ ഷീറ്റിലോട്ട് മാറ്റുന്നത്. ഷീറ്റിലോട്ട് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഫോൾഡ് ചെയ്ത് ഫൈനലി ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് എടുക്കുന്ന ഈ മെത്തേഡിനാണ് പാറ്റേൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് ഈ വാല്യുബിളായിട്ടുള്ള ഈ ഷീറ്റിനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പാറ്റേൺ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാറ്റേൺ. The pattern is a piece of material which is cut to the exact size and shape to form the desired object. ഇത് ഒരു ഡിസൈഡ് ആദ്യം മെറ്റീരിയൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈഡ് ഒരു ഒബ്ജക്റ്റിന് ഒരു പ്രതിരൂപം ഉണ്ടാക്കുന്നതിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു പീസിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്, അതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദി പാറ്റേൺ മേ ബി ഡ്രോൺ ഓൺ എ പേപ്പർ. ഫസ്റ്റ് ഒരു പേപ്പറിലാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സാക്റ്റ് ഷേപ്പ് ആൻഡ് സൈസ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ട്രാൻസ്ഫർ ദ ഷീറ്റ് മെറ്റലിലേക്ക് അല്ലെങ്കിൽ ഷീറ്റിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനാണ് ദ മിസ്റ്റേക്ക് ദിസ് മേക്ക് പോസിബിൾ ടു കറക്ഷൻ ഇഫ് എനി സേവിങ് വാല്യുബിൾ മെറ്റീരിയൽസ്. ഇത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ വാല്യുബിളായിട്ടുള്ള മെറ്റീരിയൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പാറ്റേൺ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്, പേപ്പർ പാറ്റേൺ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. അടുത്ത ലേഔട്ടാണ്. ദി സ്ട്രക്ചർ ഓഫ് ദി പാറ്റേൺ ഈസ് ഫസ്റ്റ് മെയ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ആൻഡ് ആർക്ക് ബിഫോർ മേക്കിംഗ് ദി പാറ്റേൺ. പാറ്റേൺ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ലൈൻസുകളും ആർക്കുകളും എല്ലാം ഈ പേപ്പറിൽ തന്നെ ലേ ഔട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടാണ്. ലേ ഔട്ട് മാർക്കിങ് ഉദ്ദേശിക്കുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പേപ്പറിലോട്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പലതരത്തിലുള്ള ആർക്കുകളൊക്കെ വരും. അങ്ങനത്തെ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ലേ ഔട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഈ ഡെവലപ്മെൻറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തുടങ്ങുകയുള്ളൂ. ദി സ്ട്രക്ചർ ഈസ് നോൺ ആസ് പാറ്റേൺ ലേ ഔട്ട്. ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് പാറ്റേൺ ലേ ഔട്ട് എന്ന് പറയുന്നത്. വേരിയസ് ജിയോമെട്രിക്കൽ സ്ട്രക്ചർ ആർ യൂസ്ഡ് ടു പ്രിപ്പയർ ഇറ്റ്. ഇത് പല ജിയോമെട്രിക്കൽ ഷേപ്പുകളും സ്ട്രക്ചറുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഷീറ്റ് ആദ്യം പേപ്പർ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ. ലേ ഔട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കാറുള്ളൂ. അടുത്ത സ്ട്രെച്ച് ഔട്ടാണ്. ദി മെത്തേഡ് ഓഫ് മേക്കിംഗ് ഓഫ് ദി മെഷർമെൻറ്റ് ഓഫ് ദി ജോബ് on a leveled piece at metal before making the job in its size is known as stretch out. നമ്മൾ ആദ്യം മെത്തേഡ് ഇതെല്ലാം കറക്റ്റ് ഷീറ്റിനെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മെറ്റലിൽ ഏത് മെറ്റലാണോ ഷീറ്റാണോ ഉപയോഗിക്കുന്ന മീറ്റെല്ലാം ഷീറ്റ് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഈ പേപ്പർ ഷീറ്റിനെ
വെച്ച് അതിൻ്റെ മാർക്ക് മുഴുവൻ അതിലോട്ട് പകർത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ജോബ് കറക്റ്റ് സൈസ് ആക്കി ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ജോബ് നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇതാണ് സ്ലൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേപ്പർ റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് പേപ്പറിൻ്റെ അല്ലെങ്കിൽ റൗണ്ട് പൈപ്പിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ഇതാണ് കാണിച്ചത്. ആദ്യം ഏറ്റവും അടിയിൽ കാണിച്ചിരിക്കുന്നത് ഷീറ്റാണ്. ആ ഷീറ്റിൽ എല്ലാ ഡയമെൻഷനും മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഷീറ്റിലോട്ട് പകർത്തിയതിന് ശേഷം മാത്രമാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അത് എന്തൊക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്? വേരിയസ് ടൈപ്പ് ഓഫ് അലവൻസ്, അതിന് ഏതൊക്കെ അലവൻസ് വേണം, സച്ച് ആസ് അലവൻസ് ഫോർ കോർണർ, ആ കോർണറിലേക്ക് വേണ്ട അലവൻസുകൾ, അലവൻസ് ഫോർ സീമിങ്, ഇനി ജോയിൻറ്റിന് വേണ്ടിയുള്ള നോച്ചിങ് ആൻഡ് ക്ലിപ്പിംഗ് ഇൻ കൺസിഡർ വൈൽ മേക്കിംഗ് ദി പാറ്റേൺ ലേ ഔട്ട്. നമ്മൾ ഇത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സീമിങ് ജോയിൻറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമുക്കിതിൽ വേണ്ട ബൾക്കിംഗ് അലവൻസുകൾ ഉണ്ടാകും. ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയേഷനൊക്കെ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ബൾക്കുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രത്യേകം അലവൻസുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്ട്രെച്ച് ഔട്ട് തന്നെ നമ്മൾ റെഡിയാക്കുന്നത്. ആദ്യം തന്നെ ഇത് എഡ്ജ് അലവൻസും നമ്മൾ കൊടുക്കും. ഇതിൽ ഹെം ചെയ്യേണ്ട ഷീറ്റുകളുടെ ഷാർപ്പ് എഡ്ജുകൾ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിളിൻ്റെ ഷാർപ്പ് എഡ്ജ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള അലവൻസും എഡ്ജ് അലവൻസും അതേപോലെ തന്നെ പലതരത്തിലുള്ള ബെൻഡിങ് അലവൻസുകളെല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ടായിരിക്കും നമ്മൾ സ്ട്രെച്ച് ഔട്ട് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അലവൻസ് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷീറ്റിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. അടുത്ത ഇത്തരത്തിലുള്ള ജോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാരലൽ ലൈൻ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ആദ്യം ചെയ്യുന്നൊരു മെത്തേഡാണ്. പിന്നെ റേഡിയൽ ലൈൻ ഡെവലപ്മെൻറ്റ് മെത്തേഡ്, ട്രയാങ്കുലേഷൻ ഡെവലപ്മെൻറ്റ് മെത്തേഡ്, ജിയോമെട്രിക് കൺസ്ട്രക്ഷൻ മെത്തേഡ്. എന്നീ 4 രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് മെത്തേഡുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡെവലപ്പ് മെത്തേഡ്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഹൂസ് സൈഡ്സ് റൺ പാരലൽ ടു വൺ അനദർ ആസ് ഇൻ ഡെക്ട്സ്, എൽബോസ് ആൻഡ് ടി ജോയിൻറ്റ്. ഏതൊക്കെ ജോയിൻറ്റ് അതാണോ അതിൽ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതിൽ ഒബ്ജക്റ്റിൽ നമ്മൾ വളരെ വ്യക്തമായി മെഷർ ചെയ്തിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ദെയർ ആഫ്റ്റർ ദ സ്ട്രെച്ച് ഔട്ട് ഓഫ് ദി പാറ്റേൺ ഈസ് മെയ്ഡ്. ഇതിൻ്റെ സ്ട്രെച്ച് ഔട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ആ ഡയമെൻഷൻ ഏതൊക്കെ തരത്തിൽ എവിടെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, മടക്കുകൾ വരുന്നത്, ജോയിൻറ്റുകൾ വരുന്നത്, അവിടെ എല്ലാം സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ടുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പ്ലാൻ ട്രാൻസ്ഫർ ദി മെഷർമെൻറ്റ് മെയ്ഡ് ഇൻ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂ. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പിൻ്റെയും നമ്മൾ ഇതാണ് പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. അത് അതേപടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ഷീറ്റിലോട്ട്. ടു സ്ട്രെച്ച് ഔട്ട് ദി പാറ്റേൺ ദെയർ ആഫ്റ്റർ ദി പോയിൻറ്റ് മെയ്ഡ് ഓൺ മെഷറിംഗ് ലൈൻ ആർ മാച്ച്ഡ് വിത്ത് ഈച്ച് അതർ. രണ്ടും ഒരേ ലെവലിലാണ് വരുന്നിരിക്കുന്നത്. കണ്ടോ, പ്ലാനും അതേപോലെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഒരേ ലൈനിൽ തന്നെ വന്നിരിക്കുന്നത്. അത് കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മളിത് ഏകദേശം കംപ്ലീറ്റ് ചെയ്യും. അടുത്ത റേഡിയൽ ലൈൻ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് അടുത്തത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പാറ്റേൺ ഹൂസ് ഒബ്ജക്റ്റ് ഹൂ ക്രൗൺ ആർ ടാപ്പേർഡ്. ടാപ്പേർഡ് ആയിട്ടുള്ള ക്രൗണുകളോ അല്ലെങ്കിൽ കോണുകളോ വരുന്ന ഒരു മെത്തേഡിൽ വരുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഈ റേഡിയൽ ലൈൻ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദി പാറ്റേൺ ഓഫ് കോൺ ആൻഡ് പിരമിഡ്. കോണും പിരമിഡും ലൈക്ക് എ പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് ഫിഗറിൻ്റെയും കാണിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റത്തെ കാണിച്ചിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ കോൺ, ഒരു കോണിൻ്റെ അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് കാണിച്ച ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രസ്ട്രം ഓഫ് എ കോൺ. ഇതൊരു ഫ്രസ്ട്രം കോണിൻ്റെയാണ് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് മെത്തേഡുകളാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത് കാണിച്ച ഡെവലപ്മെൻറ്റ് ഓഫ് സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. ഇതൊരു സ്ക്വയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിരമിഡിൻ്റെ ഒരു ഫിഗറാണ്, സ്ട്രക്ചർ ലേഔട്ടാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത കാണിച്ച ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രസ്ട്രം ഓഫ് എ സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. സ്ക്വയർ ബേസ് ആയിട്ടുള്ള ഒരു പിരമിഡിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ